കേരളത്തിലെ പാലങ്ങളാകെ ദീപാലങ്കൃതമാക്കി മാറ്റി തീർക്കുക എന്നുള്ള ഒരു പദ്ധതി നമ്മളെ പാരീസൊക്കെ പോലെ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷമല്ല, ഈ വർഷം പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം പറയാൻ ദിവസം രണ്ടും കൂടി ഉണ്ടല്ലോ. അപ്പം അത് വെറും വർത്തമാനമാണോ എന്ന് ചിലർ ചോദിച്ചിരുന്നു. അത് വെറും വർത്തമാനമല്ല, അതിൻ്റെ തുടക്കം കോഴിക്കോട്ട് നിന്നാണ്. ഈ മാസം 14-ാം തീയതി കോഴിക്കോട് പാലം സംസ്ഥാനതല ഉദ്ഘാടനം അവിടെ നടക്കുക വേണ്ടി പോവുകയാണ്. ജനുവരി 14 അപ്പോൾ അങ്ങനെ തിരുത്തേണ്ടത് അപ്പം ചൂണ്ടിക്കാട്ടുന്നതിന് ഉപകാരം അത് നിങ്ങൾ എപ്പോഴും ചൂണ്ടിക്കാണിക്കും. അതിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കുണ്ട്, അത് കോർപ്പറേഷൻ്റെ പാർക്കാണ്. അത് കുറച്ചാകെ പ്രയാസപ്പെട്ട് കിടന്നിരുന്ന പാർക്കാണ്. ആ പാർക്ക് ഒന്ന് സൗന്ദര്യവൽക്കരിച്ച് ആ പാർക്കിൽ ചെറിയൊരു സ്റ്റേജും ചെറിയ കലാപരിപാടികൾ അവതരിപ്പിക്കാനും കുട്ടികൾക്ക് അവിടെ കളിക്കാനൊക്കെയുള്ള സൗകര്യം, സെൽഫി പോയിൻ്റ് ഒക്കെ ഒരുക്കി വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരും. നടപ്പാതയൊക്കെ ഒരുക്കി എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന പദ്ധതി ജനുവരി 14-നാണ്. അതിനുശേഷം കേരളത്തിലത് വിവിധ ജില്ലകളിലേക്ക് പടരും. കോഴിക്കോട് ജില്ലയിൽ തന്നെ അതിൻ്റെ സാധ്യതകളുള്ള പാലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അത് നമുക്ക് എല്ലാവരുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം. ടൂറിസം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു പരിപാടി ഇന്ന് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഹെലി ടൂറിസം പദ്ധതി. നമ്മുടെ സംസ്ഥാനത്ത് പുറമെ നിന്ന് വരുന്ന സഞ്ചാരികൾക്ക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പെട്ടെന്ന് എത്തിപ്പെടാൻ ഹെലികോപ്റ്ററുകൾ സജ്ജമാക്കി, ഹെലിപാഡുകൾ സജ്ജമാക്കി 6 പേർക്ക് പോകുന്നതും 12 പേർക്ക് പോകുന്നതും ചെറിയ ഹെലികോപ്റ്ററുകളൊക്കെ ഉണ്ട്. നിലവിലത് പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നതൊക്കെ ഏകോപിപ്പിച്ച് ഒരു ഫെസിലിറ്റേറ്ററായി ടൂറിസം വകുപ്പ് മാറാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഹെലി ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഇന്ന് എറണാകുളത്ത് അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അതിനൊരു പോളിസി ഉടനെ തന്നെ വരുന്നതാണ്. അതിൻ്റെ വിവിധ കാര്യങ്ങളുണ്ട്. ഞാൻ വളരെ വിശദമായിട്ട് അത് പറയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഈ മേഖലയിലെ നിരവധി ഓപ്പറേറ്റർമാരുണ്ട്. ആ ഓപ്പറേറ്റർമാരെ മുഴുവൻ ഞങ്ങൾ വിളിച്ചു വരുത്തി ചർച്ച ചെയ്തു. വിവിധ ഘട്ടങ്ങളിലായിരുന്നു ചർച്ച. ഇപ്പം തന്നെയുള്ള ചില ഹെലിപാഡുകളുണ്ട്. ആ ഹെലിപാഡുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള സർവീസുകൾ വിഭാവനം ചെയ്യുകയാണ്. പിന്നെ സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ ബന്ധപ്പെട്ട ആളുകൾ, അതിൻ്റെ ഏജൻസികൾക്കൊക്കെ ആയിരിക്കും അതിൻ്റെ ഉത്തരവാദിത്വം. അവരത് ആ നിലയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇതിൽ ഫെസിലിറ്റേറ്റർ എന്നുള്ള നിലയിൽ ഈ സേവനദാതാക്കൾക്ക് ഉപഭോക്താക്കളിലേക്ക് എത്തുവാനുള്ള എല്ലാ നിലയിലുള്ള സൗകര്യങ്ങളും ഒരുക്കുകയാണ് ടൂറിസം വകുപ്പ്. അതിനൊരു മൈക്രോ സൈറ്റ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ അത് ഇപ്പോൾ പൂർത്തീകരിക്കും. അത് അന്തിമഘട്ടത്തിലാണ്. അപ്പോൾ വിവിധ ഹെലി ഓപ്പറേറ്റർമാരെ അവർ നൽകുന്ന പാക്കേജുകൾ, ട്രിപ്പുകൾ, അതിൻ്റെ ഡീറ്റെയിൽസ്, അത് ബുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ടൂറിസം വകുപ്പ് തന്നെ മുൻകൈയെടുത്ത് പ്രചരിപ്പിക്കും. ഇതിനായി ഓപ്പറേറ്റർമാരുമായി ധാരണാപത്രത്തിൽ ഒപ്പുകൊടുക്കും. ഇത് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ എയർപോർട്ടുകൾ നിലവിലുള്ളിടത്ത് തന്നെ അവിടെ നിന്ന് ഇപ്പോൾ കോഴിക്കോട് ഇറങ്ങിയാൽ നേരെ വയനാട്ടിലേക്ക് പോകാൻ വളരെ എളുപ്പത്തിൽ സഞ്ചാരികൾക്ക് പോകാനാവും. എറണാകുളത്ത് നിന്ന് ഇടുക്കിയിലേക്ക് പോകാൻ സാധ്യമാകും. തിരുവനന്തപുരത്ത് നിന്ന് ഇതുപോലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് പോകാൻ പറ്റും. കേരളം ആകെ ചുറ്റാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുന്ന സ്ഥിതി ഉണ്ടാവും. അങ്ങനെ ഹെലി ടൂറിസത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഇത് ഒന്ന് ശ്രദ്ധപ്പെടുത്തണമല്ലോ. ആ നിലയിൽ അല്ല, മാനാഞ്ചറിലെ നവീകരണം ഇപ്പോൾ ജനങ്ങൾക്ക് നടക്കാനും മറ്റ് സൗകര്യങ്ങളും ഒരു ചെറിയ ലൈറ്റിങ്ങും, ഇപ്പോഴത്തെ ലൈറ്റിംഗ് അല്ല, അതിന് വലിയ പൈസയില്ല, അതൊക്കെയാണ് തുടക്കം. വരുന്ന ആളുകൾക്ക് ഇതൊന്ന് ഉപയോഗിക്കാൻ. രണ്ടാമത് അവിടുത്തെ മറ്റ് സാധ്യതകൾ എന്തൊക്കെയെന്നുള്ളതും ചർച്ച ചെയ്യും. ഇപ്പോൾ നമുക്കവിടെ ചിറയുണ്ട്. അതിന് മറ്റ് പ്രയാസമില്ലാത്ത നിലയിൽ അത് നമുക്ക് നല്ല ഫൗണ്ടൻ സംവിധാനങ്ങളൊക്കെ ഭാവിയിൽ കൊണ്ടുവരാൻ പറ്റുമോ? വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ആളുകളിങ്ങനെ പോകുമ്പോൾ ഒരു ലൈറ്റിംഗ് ഫൗണ്ടൻ വരുന്ന നിലയിൽ മ്യൂസിക്കൽ ഫൗണ്ടനൊക്കെ പോലെ ആക്കാൻ പറ്റുമോ?